ഇതിരിക്കട്ടെ. കുറച്ച് കോഴിക്കോടൻ അലുവയാ മേടിച്ചോ മുത്തേ. അടുത്ത വരവിന് അനക്ക് ഞമ്മൾ കോഴി ബിരിയാണി വെക്കുന്നുണ്ട്. ഗിൽഗേഷേ, ഓ വണ്ടി എടുക്ക്. കാണാം. ഓനാ വീണെടുത്ത് വായിക്കണത് കണ്ടാന്റെ ബഷീറെ വേറൊന്നും കാണാൻ പറ്റൂല. ബാക്കിയുള്ളതെല്ലാം അലിഞ്ഞില്ലാണ്ടാവും. ഓനും മോന്റെ ആ വീണയും മാത്രം. അത് വീണയിലേക്കാ, ഗിറ്റാറാണ്. എന്തായാലും എന്താ, അത് വായിക്കണേലാണ് അതിന്റെ മുഞ്ച്. സാർ, ഞാൻ ഗ്ലിഗേഷ്. സാറിന്റെ പഞ്ചാരപ്പാട്ട് എനിക്ക് പെരുത്തിഷ്ടാണ്. എനിക്ക് മാത്രമല്ല, വൈഫിനും കുട്ടികൾക്കും ഒക്കെ. ആന്ന് ബടി വണ്ടി ഒന്ന് നിർത്തൂ. ഓ അതിനെന്താ. ആടാ തടിയാ. എന്റെ പണി പാളി. ആ ഹാജിയാർക്ക് എന്നോട് പ്രേമോടാ. നീ എവിടെ ഗെയിം കളിച്ചിരിക്കണ കോപ്പേ? ഡൂഡ്, ഐ ആം സീരിയസ് ഡൂഡ്. ശരി, ഞാൻ വിളിക്കാം. വാ. Don't laugh, മച്ചാ. എന്റെ പുറകെ കൂടിയേക്കണ കാക്കയാണ്, അല്ലാണ്ട് അനുഷ്കയല്ല. എടാ സത്യം പറ, അയലും നിന്നെ വല്ലതും ചെയ്തോ? ഇയാളെ ആരാന്ന് നിനക്കറിയോ? ഡോൺ. വിളിക്കുമ്പോ ചെന്നില്ലെങ്കിൽ നൈസായിട്ട് കില്ലി തള്ളയും പടി. അയാൾ എന്നെ എന്താ വിളിക്കണെന്നറിയോ നിനക്ക്? മുത്തേന്ന്. അത് നീ കണ്ട് ലോവസ്റ്റ് കിടന്നിട്ടല്ലേ? മച്ചാനെ, മുടി കത്തി പിടിക്കുമ്പോ ഷഡ്ഡി ഊരല്ലേ? നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരാൾക്കേ പറ്റൂ. ആർക്ക്? ഹാജിയാർക്ക് തന്നെ. നമുക്ക് പോയി സംസാരിക്കാം. എന്തേ പോവല്ലേ? സ്ഥലം എവിടെയെന്ന് പറഞ്ഞ? കുണ്ടന്നൂർ. ഹാജിയാരെ ഡീൽ ചെയ്യാൻ പോയ തടിയനെയും കാത്ത് ആ ചെമ്മീൻ കമ്പനിയിൽ ഞാൻ പേടിച്ച് നിന്ന്. പരന്തു കഹാനി മേ ഏക് ട്വിസ്റ്റ് താ. കോഴിക്കോട്ടെ കാക്കാമാരൊക്കെ ഈ മറ്റേ ഇടപാടാരാന്ന് വിചാരിച്ചാ? ഈയാണോ ഈ ന്യൂ ജനറേഷൻ? ഞാനല്ല. വേണ്ടാത്തോടത്തേക്കാണല്ലോ എന്റെ ആലോചന. ഞാൻ ഒരു ഡൗട്ട്. ചവിട്ടങ്ങ് വെച്ച് തന്നോണ്ടല്ല മോനെ കേമ സണ്ണിക്കുട്ടാ. ഞമ്മക്കിഷ്ടായത് എന്റെ സംഗീത, അല്ലാണ്ട് സംഗതി അല്ല. താജുദ്ദീൻ വടകരയ്ക്കും കൊല്ലം ഷാഫിക്കും ശേഷം പിന്നെ സണ്ണി ജോസ് പ്രകാശ്. നമ്മുടെ പിള്ളേരല്ലേ, അത് നമ്മൾ വിട്ടെടുക്കണേ. എന്നാ അന്നെ ഞമ്മക്ക് വിടാൻ കഴിയൂല. എന്താച്ചാ അന്റെ ആ നെയ്ച്ചോറ് അത് ഞമ്മക്ക് പെരുത്ത് പിടിച്ചെടുക്കണം. എന്താച്ചാ അത് ഞമ്മളാ വാക്കാതെ യൂസ് ചെയ്യാറില്ല ഇപ്പൊ. പോയിട്ട് വരി. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു. എന്താ സുഖം. താങ്ക്സ് മച്ചാനെ. താങ്ക്സ് ഡൂഡ്. എന്ത്? ഓ മൈ ലവ്, യു ആർ മൈ പഞ്ചസാര. Hey bro, you are my തങ്കക്കുടം. I see this.
വെറുതെ പറയല്ലേ പടി, എല്ലാവർക്കും ഇവനെ പോലെ ഒരു ഫ്രണ്ടെങ്കിലും മസ്റ്റായിട്ട് വേണം. ഇത് ഇവൻ്റെ കഥയാണ്, ഈ തടിയൻ്റെ. ഇവനെന്നെ ഈ രക്ഷിക്കണത് ഇത് ആദ്യമായിട്ടല്ല, ഇത് പണ്ടേ തുടങ്ങിയ പണിയാ. പുരുഷനെ ആദമെന്നും സ്ത്രീയെ ഹൗവ എന്നുമാണ് ദൈവം വിളിച്ചത്. ആദത്തിനും ഹൗവയ്ക്കും വേണ്ടി ദൈവം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. പുഞ്ചിരിച്ചു നിൽക്കുന്ന ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന പയ്യനാണ് ഫ്ലാഷ് ബാക്കിൽ ഞാൻ. എൻ്റെ ജീവിതത്തിലെ അന്നുവരെ സംഭവിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോണ സമയം. ദ മൊമെൻറ്റ്. നീനു തോമസ്, റോൾ നമ്പർ 16 5B, ക്ലാസ് ഫസ്റ്റ്. നടി അമലയുടെ മുഖം, ലില്ലിപ്പൂവിൻ്റെ മണം, പൊള്ളി ഗിറ്റാറിസ്റ്റ്. GCD എന്നീ 3 കോഡുകൾ മാത്രം അറിയാവുന്ന എന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു റോക്ക് സ്റ്റാർ. പറുദീസ എന്താണ്? ആൻഡ് അബവ് ഓൾ ദാറ്റ്, പുലർച്ചെ കുർബാനയ്ക്ക് കുളിച്ചിട്ട് വരുന്ന ഒരേ ഒരു പെൺകുട്ടി. സണ്ണി ജോസ് പ്രകാശ് had fallen in love for the first time in history. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ഡാഡിയോട് പറഞ്ഞു കൊടുക്കും. പണി നൈസായിട്ട് പാളി. ബിക്കോസ് അവൾ ഈ പറഞ്ഞ ഡാഡി എൻ്റെ ക്ലാസ് ടീച്ചറാണ്, തോമസ് സാറ്. ആ കുട്ടിച്ചാത്തനാണെങ്കിൽ പിള്ളേരെ പിച്ചാൻ വേണ്ടി മാത്രം നഖം വളർത്തും. ഞാൻ പെട്ടു. പിന്നെ എനിക്ക് അവനെ വിളിക്കേണ്ടി വന്നു, എൻ്റെ കസിനെ, ലൂക്ക് ജോൺ പ്രകാശിനെ. Look, John. I must tell my daddy about this. ഫ്രണ്ട്സ് ചീത്ത വഴിക്ക് നടക്കുമ്പോൾ ഗുഡ് ഷെപ്പേർഡായി നല്ല വഴിക്ക് നയിക്കേണ്ടത് മറ്റുള്ള ഫ്രണ്ട്സ് അല്ലേ? I will tell this to my daddy. ഹായ് ഡിങ്കൻ, ഒറ്റപ്പാണോ? Okay, never repeat this. 4 ഡിങ്കൻ ഒട്ടിപ്പോ നെയിം സ്ലിപ്പ് കോഴ കൊടുത്തോണ്ട് തടിയൻ എൻ്റെ ആദ്യത്തെ പെണ്ണിയെ സ്വതുക്കി. അവൻ എൻ്റെ പേരപ്പൻ്റെ മോനാണെങ്കിലും എന്നേൽ അവന് 2 വയസ്സ് കൂടുതലാണെങ്കിലും ഒരിക്കലും ഞാൻ അവനെ ചേട്ടാ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ വിളിച്ചുപോയി. ചേട്ടാ, ചേട്ടനാണ് ചേട്ടാ, ചേട്ടൻ. എൻ്റെയും തടിയൻ്റെയും ഒരു രാഷ്ട്രീയ കുടുംബമാണ്. ഞങ്ങളുടെ അപ്പാപ്പൻ പ്രകാശ് പാലക്കൽ കൊച്ചിയുടെ ആദ്യത്തെ മേയറായിരുന്നു. മച്ചാൻ സെറ്റ് ചെയ്ത പാർട്ടിയാണ് പ്രകാശ് കോൺഗ്രസ്, ചിഹ്നം പെട്രോമാക്സ്. അപ്പാപ്പൻ്റെ മരണശേഷം പാർട്ടിയുടെ ചുക്കാൻ പിടിക്കുന്നത് ഇവരാണ്. പ്രകാശം പരക്കട്ടെ. തടിയൻ്റെ അപ്പൻ ജോൺ പ്രകാശും എൻ്റെ അപ്പൻ ജോസ് പ്രകാശും. ഈ പ്രകാശ് കോൺഗ്രസിലെ മെമ്പേഴ്സിന് ചില പ്രത്യേകതകളുണ്ട്. ചുണ്ടിന് മേൽക്കൂര മാതിരി മീശ, അലക്കി തേച്ച കതറും, പിന്നെ പോക്കറ്റിലൊരു കറുത്ത ഡയറിയും ചെറിയൊരു പേനയും സൈഡിൽ, UP സ്കൂൾ ഹെയർ സ്റ്റൈലും. പിന്നെ അവരുടെ മാരകായുധം, നൈദില്ലിയിൽ നിന്ന് വരുത്തിക്കുന്ന നോട്ടിൻ്റെ മണമുള്ള പെർഫ്യൂം. ഒരുമിച്ച് സ്ലോ മോഷനിലൊക്കെ നടക്കുമെങ്കിലും രണ്ടുപേർക്കും ഇതുവരെ കൊച്ചിയുടെ മേയർ ആവാൻ സാധിച്ചിട്ടില്ല. ഈ പ്രകാശ് ബ്രദേഴ്സ് കോട്ടയംകാരികളും സിസ്റ്റേഴ്സുമായ റോസി മോളെയും മേരി മോളെയും കെട്ടി.
ക്വയറ്റ് നാച്ചുറലി അതിനുശേഷം തടിയനും ഞാനും ഉണ്ടായി. ഇതിനിടയിൽ ലൂക്കാച്ചൻ കൈവിട്ട് വളരുന്നത് നാട്ടിലും വീട്ടിലും ചർച്ചയായി. സ്കൂളിൽ വെച്ചാണ് അവൻ ആ പേര് വീണത്. നീ പോടാ വാളിയ. ജോസേ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? എന്താണ് ചേട്ടായി? കോമഡിയാണ്, കോമഡി. എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും കോമഡി അടിച്ച് ഈസി ആയിട്ട് ഊരിപ്പോരാ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഐറ്റം എന്താണെന്ന് മനസ്സിലായില്ലേ? അതും ശരിയാണ്. ലൂക്കാച്ചന്റെ തടി അപ്പന്മാർക്ക് ചിലപ്പോ അപമാനായി. ലൂക്ക, പോയി ഷർട്ട് എടുത്തിട്ട്. മറ്റു പലരും അവന്റെ തടി കൊണ്ട് ചില പ്രയോജനങ്ങളും കണ്ടു. റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് ആഘോഷത്തിന് നമ്മുടെ തടിയൻ ചെക്കനെ സാന്റാക്ലോസ് ആക്കാനൊന്ന് വിട്ടുതരണം. അല്ല ജോൺ സാറേ, ഇതൊരു ദൈവകാര്യല്ലയോ? പിന്നെ ഈ പ്രച്ഛന്ന വേഷം ഒരു കലയും അല്ലേ? ഈ കമലാസനൊക്കെ. പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും ലൂക്കാച്ചനായി ഞങ്ങളുടെ ഒഫീഷ്യൽ ക്രിസ്മസ് പപ്പാനി. ലൂക്കാടെ തടി കൊണ്ട് നാണക്കേടായ പേരപ്പൻ ഒരിക്കൽ ഒരു ഡിസിഷൻ എടുത്തു. ജോസേ, ഇവൻ വളർന്ന് വളർന്ന് പുര നിറയാറായി. ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവൻ ഇവിടെ തിന്നു മുടിക്കും. അതും ശരിയാണ്. ദേ, എല്ലാരോടുമായിട്ട് ഞാൻ പറയാണ്, ഇന്നു മുതൽ ഇവന് കൃത്യം 2 നേരം ഭക്ഷണം. അതും ആരാ വയറ്? എന്റെ ലൂക്കാച്ചൻ വന്ന് അമ്മാമ്മയെ ചോറ് താന്ന് പറഞ്ഞ ഞാൻ കൊടുക്കും. നീ പോടാ. നീ തിന്നോടാ ലൂക്ക. അതും ശരിയാണ്. അതേറ്റു. തടിയന്റെ ഭക്ഷണകാര്യത്തെക്കുറിച്ച് പിന്നെ വീട്ടിൽ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പ്രകാശ് ഭവനിൽ അമ്മാമ്മയുടെ വാക്ക് ഫൈനലാണ്. 2 മരുമക്കൾ വന്നു കയറിയതോടെ അടുക്കള അവർക്ക് വിട്ടുകൊടുത്തോണ്ട് പകലുറങ്ങിയ അമ്മാമ്മ രാത്രി ഡ്യൂട്ടി ഏറ്റെടുത്തു. നൈറ്റ് ആയാൽ അമ്മാമ്മ ആക്റ്റീവ് ആകും, എംബ്രോയിഡറി ചെയ്യും, നല്ല ഫുഡ് ഉണ്ടാക്കി തടിയന് കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അമ്മാമ്മയ്ക്കൊരു പേരിട്ടു, ദ നൈറ്റ് റൈഡർ. പേരെ കേട്ട ഉടനെ ചുമ്മാ അതറുതില്ല. നൈറ്റ് റൈഡർ രജനീകാന്തിന്റെ കട്ട ഫാനായിരുന്നു. இன்னொரு தடவை இந்த பக்கம் நான் உன்னை பார்த்த இடத்துலயே குழி தோண்டி புதைச்சிடுவேன். പുറമെ കാണാൻ ആളിത്തിരി റഫ് ആൻഡ് ടഫാണെങ്കിലും ഉള്ളിലൊരു തങ്കക്കുടമാണ്. നൈറ്റ് റൈഡർ ലൂക്കാച്ചനെ മനസ്സിലാക്കിയ പോലെ വേറെ ഒരാളും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സന്തോഷവും സങ്കടമൊക്കെ ഏറ്റവും ആദ്യം ഷെയർ ചെയ്യുന്നത് അമ്മാമ്മയായിട്ടായിരുന്നു. അങ്ങനെ തടിയും നൈറ്റ് റൈഡറിൻ്റെ തണലിൽ നന്നായി കഴിച്ചു വളർന്നു. സ്കൂളിൽ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, 1 ആൻ മേരി താടിക്കാരൻ, ഒരു തടിച്ചിക്കുട്ടി. പാമ്പിനെയും പട്ടിയെയും പേടിയില്ലാത്ത നൈറ്റ് റൈഡറിനെ വരെ മരണഭയം ഉണ്ടാക്കി പോളിസി അടുപ്പിച്ച LIC ഏജന്റ് കപ്പിൾ ജോഷുവ താടിക്കാരൻ്റെയും റാണി താടിക്കാരൻ്റെയും ഏക മകൾ. അമ്മാമ്മേ, 3 മാസം കൂടുമ്പോൾ വെറും 600 രൂപ കിട്ടിയാൽ മതി. ഒരു ജീവിതകാലത്തേക്കുള്ള മനസ്സമാധാനമായി. മരിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രയോജനത്തെ പറ്റി പിന്നെ പറയേ വേണ്ടല്ലോ. ഇവിടെ സ്വന്തം ടിഫിൻ അവൻ ഷെയർ ചെയ്യണത് അന്ന് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട്. എനിക്ക് അപ്പം തന്നെ ഉറപ്പായി ദേ ആർ ഇൻ ലവ്. പിന്നെ ഒരിക്കൽ
കരുത്തനായ നമ്മുടെ ലവർ ആൻ മേരിയെ ഷോർട്ട് പുട്ടിന്റെ ലോകത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി. അവളെ ഊഞ്ഞാലാട്ടാനും അവനെ പറ്റിയിരുന്നുള്ളൂ. മിക്കി മൗസ്. ലൂക്ക, ഇത് ആരോടും പറയൂലല്ലോ? ഇല്ല, പ്രോമിസ്. അപ്പോൺ ഗോഡ്? ഗോഡ് പ്രോമിസ്. അവൻ ആണുങ്ങളുടെ മാനം കാത്തു. ആരോടും അത് പറഞ്ഞില്ല. എടാ സണ്ണി, ആൻ മേരി താടിക്കാരനില്ലേ? മിക്കി മൗസിന്റെ പ്രിന്റ് ഉള്ള ഷഡ്ഡി ഉണ്ടടാ. നീ കണ്ടോ? എപ്പോ? ഊഞ്ഞാലാടി ഇപ്പം. പക്ഷേ ആൻ ലൂക്ക പ്രേം കഹാനി അധികം നാൾ നീണ്ടില്ല. റാണി താടിക്കാരൻ്റെ റാന്നിയിലുള്ള അപ്പന് ആ ഇടയ്ക്ക് 50 ലക്ഷത്തിൻ്റെ കേരള സർക്കാർ ഓണബമ്പർ അടിച്ചു. ഒട്ടും താമസിച്ചില്ല, കപ്പിൾ അങ്ങോട്ട് പോയി സെറ്റിലായി. കൂടെ ആൻമേരിയും. 1400 കാലറീസ്. എന്താ അമ്മോ! ഇപ്പൊ ലൂക്കാച്ചൻ കഴിക്കുന്ന ഫുഡിന്റെ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്തതാ. ഓൾമോസ്റ്റ് ഡബിൾ. ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പോ എന്താ അപ്പം ആവശ്യത്തിലും ഡബിളാ ലൂക്കാച്ചൻ ഇപ്പൊ കഴിക്കണേ. മാത്രമല്ല ഇതുപോലത്തെ ഫുഡും. കൊളസ്ട്രോളിന്റെ കാര്യം പറയേ വേണ്ട. നല്ല വെളിച്ചെണ്ണയിലും നെയ്യിലും മനസ്സറിഞ്ഞ് പൊരിച്ചെടുത്തതാ. ഇതിന് ഒരു കൊളസ്ട്രോളും ഉണ്ടാവില്ല. അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ കഴിക്കുന്നതാണ് നല്ലത്. ഇത് ആവശ്യത്തിലധികം അമ്മച്ചി. ലൂക്കയ്ക്ക് ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ട്? ഒരു 120 കാണും. എന്റെ കർത്താവേ, 120 കിലോയോ? ലൂക്കാച്ചന്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് അല്ല ഇത്. അതിലും കൂടുതലാ. ഇത് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ട് തന്നെയാ. മോളെ, ഇങ്ങനെയൊക്കെ അളന്നു നോക്കിയാൽ എല്ലാവരും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. ഈ പറയണത് തെറ്റാ അമ്മച്ചി. ഇത് ആരോഗ്യത്തിന്റെ തടിയല്ല, അത് ഇല്ലാത്തതിന്റെയാ. Kareena Kapoor, she's so hot, yaar. She's such an inspiration. Oh, she's good. Hey, she's the best, yaar. ഒരു കാര്യം അറിയോ? കരീന സൈസ് 0 ആക്കി അവളുടെ കംപ്ലീറ്റ് ലൈഫ് മാറി. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറിയെന്ന്. കണ്ടോ, നമ്മൾ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, എൻ്റെ ട്വിറ്റർ ഫ്രണ്ട്സ് എത്ര കൂടിയെന്നറിയോ? പണ്ടൊക്കെ ആൾക്കാർക്ക് ഒരു സിമ്പത്തി ആയിരുന്നു, ഒരു ഫേക്ക് സിമ്പത്തി, which I used to hate the most. ഇപ്പം അത് മാറി. I was born again. ലൂക്കാച്ചനൊരു കാര്യം അറിയോ? നമ്മൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഫീലിംഗാ. നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ തോന്നും. ഈ ഭാരമൊക്കെ ഇറക്കി വെച്ച് ലൂക്കാച്ചൻ അതുപോലെ ഫീൽ ചെയ്യണ്ടേ? പിന്നൊരു കാര്യം അറിയോ? Fat people are not sexy. Yeah. വിഷമിക്കണ്ട കേട്ടോ. പണ്ട് ഞാനും ലൂക്കാച്ചനും ഒരേപോലെ ആയിരുന്നു. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒരേപോലെ ആവാം. അത് ലൂക്കാച്ചൻ മനസ്സ് വെച്ചാൽ മതി. വാ. ഫൈനലി. പിന്നെയും പണി കിട്ടിയല്ലേ? താങ്ക് യു ലൂക്ക. ഈ തടിയന്മാരെ കുറിച്ച് പൊതുവെ ഗേൾസിന് എന്താ അഭിപ്രായം? എന്നുവെച്ചോ? എന്നെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ലൂക്കാച്ച ക്യൂട്ട് അല്ലേ, ടെഡി ബെയറിനെ പോലെ. അല്ല,
Am I sexy? അല്ല സെക്സി അല്ല. എന്നാ വിട്ടോ. താങ്ക്സ് ലൂക്ക. ഇതെന്താ സംഭവം? ഇത് വൈദ്യ ക്ലിനിക്കിന്റെ ക്വിക്സ്ലിം പ്രോഗ്രാം. അല്ല, തടിയൊരു പ്രശ്നമാണ്. പക്ഷെ ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്, സ്വിമ്മിങ്ങിനും പോകുന്നുണ്ട്, പിന്നെ കുറച്ച് ഫുഡും കണ്ടുള്ളൂ. തപ്പോരെ ലൂക്കാച്ച, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? അതിനൊന്നും ഒരാവശ്യവും. ഈ വൈദ്യ ക്ലിനിക്കിന്റെ കർഷാമൃത വടകം എന്ന് പറഞ്ഞൊരു റേർ ഔഷധക്കൂട്ടുണ്ട്. 25 ദിവസം അവിടെ താമസിച്ച് അത് സേവിക്കണം. കുറച്ച് ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യണം. അത്രേ ഉള്ളൂ. 100% നാച്ചുറൽ. അല്ല, എനിക്കിതിന്റെ ആവശ്യം. ലൂക്കാച്ച, ഇത് ചേർന്ന ജീവിതം മാറി എത്രയോ പേരെ എനിക്കറിയാം. ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. മാത്രമല്ല, നീ പുതിയൊരാളായി തിരിച്ചു വരും. കുറച്ച് എക്സ്പെൻസീവാ, പക്ഷെ വർത്ത് ഇറ്റ്. പക്ഷേ ആൻ, അന്ന് ലൂക്ക തൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഡെസിഷൻ എടുത്തു. അവൻ തടി കുറയ്ക്കാൻ വൈദ്യർ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതത്തിലേക്ക് രാഹുൽ വൈദ്യർ കടന്നു വന്നു. ദേ ഇങ്ങനെ. വാ. Welcome, Sirji. Welcome, Aramji. Welcome to Vaidya's Clinic. Thank you. Welcome. Thank you. Myself, Shandanu Balamurli, floor manager. Welcoming once again to Karshamrita Vadagam Quick Slim program. Please come, sir. Don't worry, Sirji. That's only a formality. പ്രധാന റൂൾസ് ഞാൻ പറയാം. അടുത്ത 600 മണിക്കൂർ, അതായത് 25 ദിവസം ക്ലിനിക്കിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ പൈസ തിരികെ കിട്ടുന്നതായിരിക്കില്ല. ഞങ്ങൾ വടകത്തിന് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഫുഡ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. കൺഗ്രാറ്റ്സ് സർജി. ദാറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് സിഗ്നേച്ചർ. ഞാൻ താങ്കളുടെ ക്വിക്ക് സ്ലിം കിറ്റ് എടുത്തിട്ട് വരാം. ഞാൻ ഇറങ്ങട്ടെ ലൂക്കച്ച? ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. സ്കൂളിൽ പഠിക്കുമ്പം എനിക്ക് ലഞ്ച് ബോക്സ് ഷെയർ ചെയ്യുമ്പോൾ കാണിക്കുന്ന സാക്രിഫൈസ് കാണിച്ചാൽ മതി. ഇപ്പം 25 days ഇതാന്ന് പറഞ്ഞു പോകും. I'll wait for you. Come back soon. See you. You look very calm, sir. Perfect fit. ആണോ? Definitely. രാഹുൽജി യോഗ ഹാളിൽ പുതിയ ബാച്ചിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യോഗ സെഷനും ഉണ്ട്. അല്ല, ഈ രാഹുൽജി സോണിയാജിയുടെ? നോ 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 ലൂക്കാജി. രാഹുൽ വൈദ്യർജി അറിയില്ല? ബ്രഹ്മശ്രീ പത്മനാഭ വൈദ്യർ. ഇദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് രാഹുൽ വൈദ്യർ. അഗസ്ത്യമുനിയുടെ അവതാരമായിട്ടാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് പോരുന്നത്. ഇപ്പോൾ ഋഷികേശിലാണ് അദ്ദേഹം, ധ്യാനത്തിൽ. ഇത് അതെ ലൂക്കാജി, അത് ഞാൻ സ്വാമിജി. സ്വാമിജി നമ്മുടെ പടത്തിന്റെ ഭയങ്കര ഫാനാ. ഓ, ഈ പറയുന്ന രാഹുൽജി അപ്പം മാരീഡ് ആണല്ലേ?
നോ ലൂക്കാജി, ഇത് വൈദ്യർ ഓർഫനേജിലെ കുട്ടികളാണ്. ഓ, ഇതാ ഗദ. പ്ലീസ് ഡോണ്ട് ടച്ച് ഇറ്റ്. സൗത്ത് ആഫ്രിക്കയിലെ ഒലങ്കോ രാജകുമാരിയെ വെളുപ്പിച്ചതിന് രാജകുടുംബം നൽകിയതാണ് ഒലങ്കോ ഗദ. വരൂ ലൂക്കാജി. രാഹുൽ ജി, ഫൈനലി വി ഹാവ് ലാൻഡഡ് ഓൺ എ ടാഗ് ലൈൻ. സിമ്പിൾ ബട്ട് എഫക്റ്റീവ് ഇന്. തടി തുടച്ചു നീക്കാൻ പോകുന്നു. കർഷാമൃത വടകം. ഹൗസ് ഇറ്റ്? നമുക്ക് തടിയന്മാരുടെ സെൽഫ് എസ്റ്റീമിനെ ഹേർട്ട് ചെയ്യാൻ സാധിക്കും. എന്നാലേ അവരൊന്ന് കോഴ്സിന് ചേരൂ. തടിയന്മാരെ തുടച്ചു നീക്കാൻ പോകുന്നു. ഹൗസ് ദാറ്റ്? ഓസം രാഹുൽ ജി, നൈസ്. രാഹുൽ ജി, നമ്മുടെ പ്രിന്റഡ് ക്യാമ്പയിൻ റെഡി ആയിട്ടുണ്ട്. പ്ലീസ് ഹാവ് എ ലുക്ക്. റീത്തോ, നിങ്ങളുടെ ഭർത്താവ് ഒരു പൊണ്ണത്തടിയനോ? ഇത് കൊള്ളാം. തടിയന്മാരുടേതൊരു മോശം സെക്സ് ലൈഫാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ സാധിക്കണം. ഗുഡ് വർക്ക്. താങ്ക് യു രാഹുൽ ജി. വി ഹാവ് 2 more slides. തടി നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ? നെക്സ്റ്റ്. മകളുടെ തടി നിങ്ങൾക്ക് അപമാനമോ? തടിയന്മാരുടെ ചുറ്റുമുള്ളവർ കൂടെ നമുക്ക് ഇൻസെക്യൂർ ആക്കണം രാഹുൽ ജി. നൈസ്. രാഹുൽ ജി, നമ്മുടെ TV കമേഴ്ഷ്യലിന്റെ കാര്യം. ഓ യെസ് യെസ്. രവിജി, യെസ് ജി. നമ്മുടെ പരസ്യത്തിന് ഒരു സാധാരണ TV ആഡിൻ്റെ ഒരു കോസ്മെറ്റിക് ലുക്കൊന്നും വേണ്ട. എന്താ പറയുക, ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം പോലെ തോന്നണം. യെസ് യെസ്. ജനങ്ങൾ സ്വന്തം അമ്മയെ പോലെ വിശ്വസിക്കണം ഈ ബ്രാൻഡിന്. രവിജി, ഒരു പാർലി ജി. താങ്ക് യു ജി. വെൽക്കം ജി. രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും നല്ല മുട്ട റോസ്റ്റും ആണെന്നാ പറഞ്ഞേ. നമ്മളിവിടെ ജോയിൻ ചെയ്ത് തടി കുറയ്ക്കാനല്ലേ ഭായി. കൺട്രോൾ, പതറരുത്. എവിടെ പട്ടിണിയെടുത്ത മനുഷ്യന്റെ നട്ടല്ലൊട്ടി പിടിക്കുക. ദയവായി നിങ്ങളുടെ സെറ്റിംഗ്സ് 84ലേക്ക് മാറ്റുക. എനിക്കിവിടെ തീരെ അങ്ങോട്ട് പിടിക്കണല്ല. എന്ത് കോലോട് പടി ചിരിപ്പിച്ച് കൊല്ലല്ല. ബട്ടൺ സൂറുണ്ടല്ലോ. എന്തൊക്കെയാണ്ടാ? സീരിയസ് ആണോ? മച്ചാനെ, നിനക്ക് പറ്റാത്ത പണിയാണത്. ഈ കോമളി വേഷമൊക്കെ ഊരി വെച്ചിട്ട് ആ ബാഗ് എടുത്തിട്ട് വാ. നമുക്ക് വീട്ടിൽ പോവാം. ചെറിയ ക്രിസ്മസ് പൊളി പൊളിക്കാം. ഞാനല്ലടാ. ക്രിസ്മസ് ആയിട്ട് നീ ഇവിടെ കിടക്കാൻ പോണോ? അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കണേണ്. ഇപ്രാവശ്യം ആര് ക്രിസ്മസ് പാപ്പയും? ഈ ടൈമിൽ തന്നെ ഞാൻ ഈ കോഴ്സ് എടുത്തതിൻ്റെ മെയിൻ കാരണം ക്രിസ്മസിനുള്ള ഫുഡും പലഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ക്രിസ്മസ് പപ്പ ഇല്ലാത്തൊരു ക്രിസ്മസ് ആയിക്കോട്ടെ ഇത്. നിങ്ങളുടെ യോഗയ്ക്ക് സമയമായിരിക്കുന്നു. എനിക്ക് യോഗയ്ക്ക് സമയമായി. എടാ, ഞാൻ നൈറ്റ് റൈഡറോട് എന്ത് പറയും? ഇത് വിട്ടിട്ട് പോകുന്ന ലാൻഡ്മേരോട് ഞാൻ എന്ത് പറയും? ശവാസനത്തിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റുള്ളൂ. ലൂക്കാജി, ലൂക്കാജി, ലൂക്കാ. Silence. ഇന്നലെ 2 മുന്തിരി, ഇന്നൊരു നെല്ലിക്ക. ഇങ്ങനെ പട്ടിണി കിടന്ന് തടി കുറയ്ക്കാനാണെങ്കിൽ
എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാൽ പോരെ. ഈ കോഴ്സ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. എല്ലാവരും പാതി വഴിക്കിട്ടിട്ട് പോയാ ലാഭം ആർക്കായി? അല്ല ഭായ്, ഈ വിൽ പവർ. എടാ കോപ്പേ, ഫുഡ് അടിച്ചില്ലെങ്കിൽ ആള് കാഞ്ഞു പോവില്ലേ? അളിയാ, വെറും വെച്ച് കിടന്ന നിനക്ക് ഉറക്കം വരുമോ? ദേ, നല്ല ചൂട് പുട്ട്, നല്ല ഒന്നാം തരം കടലക്കറി, 2 പപ്പടങ്ങ് പൊടിച്ചിട്ട് എൻ്റെ അളിയാ, നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഇന്നലെ ക്ലിനിക്കിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് 2 പേർ പുറത്തുപോയി ഭക്ഷണം കഴിച്ചത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമുണ്ട്. സ്വയം എഴുന്നേറ്റ് നിന്ന് അപ്പോളജൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു കപ്പിളുണ്ടായിരുന്നു. ഈ കോഴ്സ് കൂട്ടായൊരു യജ്ഞമാണ്. ഒരു തുള്ളി തൈര് മതി ഒരു കുടം പാല് പിരിയാൻ. മതിൽ ചാടിപ്പോയി ആഹാരം കഴിക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചത് വിശപ്പല്ല, ആർത്തിയാണ്. അതൊരു മാനസിക വൈകല്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വട്ടാന്നാണോ സാറ് പറയണേ? വൈദ്യേസ് ക്ലിനിക് നിങ്ങളുടെ ശത്രുവല്ല. പൊണ്ണത്തടി എന്ന ദുരവസ്ഥയിൽ നിന്നും പിടിച്ചുയർത്താൻ വന്ന രക്ഷകരാണ്. അച്ചടക്കത്തോടെ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഭൂമിക്കൊരു ഭാരമായി തുടരാം. സച്ചിൻ, നീ പോവാ? നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നമുക്കിട്ട് തന്നെ പണിയാനാ. ഇതേതാ ഈ ലാപ്ടോപ്പ്? ആ റിസപ്ഷനിലെ പെണ്ണിൻ്റെയാ. അടിച്ചു മാറ്റിയ? ഏതായാലും കാശ് പോയി. നിനക്ക് നോട്ടുള്ള ഗത നീ എടുത്തോ. എടാ, ഞാൻ എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു എനിക്കിവിടെ പറ്റണല്ലാന്ന്. അവൾ പറഞ്ഞു ചേട്ടാ നിർത്തി പോരുന്നു. നിന്നെ ഈ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ മതി നിനക്കും. നിങ്ങളുടെ വടകത്തിനുള്ള സമയമായിരിക്കുന്നു. മിണ്ടാതിരിക്കടി പുല്ലേ. എത്തി മച്ചാനെ. സെറ്റല്ലേ? പൊളിച്ചിട്ടുണ്ട്. Merry Christmas. Luca? Luca cha, what are you doing here? ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ അപ്പൊ കോഴ്സ്? എനിക്ക് പട്ടിണി എടുക്കാൻ വയ്യ. എനിക്ക് സഹിക്കണില്ല അവിടെ. മെറി ക്രിസ്മസ് ആൻ. ലൂക്കാച്ചൻ തടിയെന്നരിക്കാൻ തന്നെ തീരുമാനിച്ചോ?
അവരുടെ മെത്തേഡ്സ് ഒക്കെ ഭയങ്കര അൺഹെൽത്തിയാണ്. അൺഹെൽത്തി? ലൂക്കാച്ചനാണോ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നത്? ഹാവ് യു സീൻ യുവർസെൽഫ് ഇൻ ദ മിറർ? നീയല്ലേ പറഞ്ഞത് ഞാൻ സൂപ്പർമാൻ, സൂപ്പർ ഹീറോ എന്നൊക്കെ? പിന്നെ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തിരിക്കണം? വി ലവ് ഈച്ച് അതർ. ദാറ്റ്സ് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? എക്സ്ക്യൂസ് മീ, what did you say? We love each other? ലൂക്കച്ച, കുറച്ച് നാൾ കൂടെ നടന്നാൽ അത് പ്രേമാന്ന് വിചാരിക്കരുത്. That's cheap middle class mentality. And any problem? ലൂക്കച്ച പോ, പിന്നെ സംസാരിക്കാം. ഇപ്പൊ പോ പ്ലീസ്. ലൂക്ക്, നീ എന്താ ഇവിടെ? ഇവനെന്താ ഇവിടെ? ലൂക്ക കോഴ്സ് നിർത്തി പോന്നു. ഓ. ആൻ, ഇവനെന്താ ഇവിടെ? ലൂക്ക് വാ, ഞാൻ പറയാം. രാഹുൽ, വിത്ത് മീ, ഞാൻ പറയാം. രാഹുൽ, നീ കയറി പോയിക്കോ. ഐ വിൽ മാനേജസ്. ഞാനിവിടെ ക്രിസ്മസ് ഡിന്നറിന് വന്ന ആൻ മേരി താടിക്കാരൻ വൈദ്യസ് ക്ലിനിക്കിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ്. എൻ്റെ എംപ്ലോയി. അല്ലാതെ അവൾക്ക് നിന്നോട് പ്രേമൊന്നുമില്ല. ഈ മാസം അവളെ ജോയിൻ ചെയ്യിപ്പിച്ച രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആള് മാത്രമാണ് നീ. That's my Tibetan henchman. നീ പൊറോട്ടോട് കാണിക്കുന്ന ആർത്തി അവളോട് കാണിക്കണ്ട. ആൻ മേരി എൻ്റെ പെണ്ണ. സ്റ്റേ അവേ ഫ്രം her. ഡാ തടിയാ, നീ എന്താണെന്നറിയോ? വെറും തീട്ടുണ്ടാക്കണ മെഷീൻ. ശ്വാസം കിട്ടാറാകുമ്പോൾ എഴുന്നേറ്റ് പൊക്കോണം. അന്ന് രാത്രി അവൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും ക്രിസ്മസ് പാപ്പയാവില്ലെന്ന്. ലൂക്കാച്ചന് ലോകം മുഴുവൻ തനിക്ക് എതിരായതുപോലെ തോന്നി. Just a little bit of in move and Tendulkar is gone for 73. ഇപ്പൊ അനന്യയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സിനിമ അഭിനയമാണോ അതോ ആഞ്ജലേയന്റെ തടി കുറയ്ക്കലാണോ? നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ. ഹലോ. ഹലോ ലൂക്ക് ജോൺ പ്രകാശ് അല്ലേ? അതെ. ഇത് പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണേ. പിന്നീട് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പുസ്തകം ബാല്യകാല സഖി തിരിച്ച് തരേണ്ട സമയമായി കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ആയി. നാളെയാണ്, അല്ലെങ്കിൽ മറ്റേ ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ.
അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എൻ്റെ വഴിക്കും ശ്രമിച്ചു. ഒരു പെണ്ണിട്ടിട്ട് പോയെന്ന് പറഞ്ഞ ഇങ്ങനെയാണാ? ഇത് ഇതിൻ്റെ പെഹലാപ്പിയാറല്ലേ? ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് ഒരുമാതിരി മറന്നു വെച്ച് ചരിത്രം നഷ്ടപ്പെട്ട പെണ്ണിനെ പോലെ അയ്യേ. സത്യം പറയാലോ, എനിക്ക് ആദ്യമേ അവളെ കണ്ടപ്പോൾ മിസ്റ്റേക്ക് അടിച്ചാണ്. പിന്നെ നിന്റെ സീൻ സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് അതിലിടപെടാൻ മച്ചാനെ, അവള് പോണെങ്കിൽ പോയിക്കോട്ടെ. സുനോ, ഈ സമന്ദർ മേ ബഹുത്ത് മച്ചിലി അയില ചാള നത്ത. നിന്നോട് 100 വർഷം പറഞ്ഞ അമ്മിഞ്ഞ പഠിക്കരുത്. വട്ടാ ആടെ എനിക്ക് വട്ടാടെ എനിക്ക്. അതല്ല ക്യാൻവാസിൽ വന്ന പെണ്ണിന്റെ പുറകെ പുണ്യ പ്രേമാണെന്ന് പറഞ്ഞു നടന്നത്. അവളുടെ മന്ത്ലി ടാർഗറ്റ് എത്തിക്കാനുള്ളൊരു നമ്പർ മാത്രമായിരുന്നു ഞാൻ. ഒന്നിനും കൊള്ളാത്തൊരു പൊട്ടനാക്കിയില്ല. ലൂസാ, ബിഗ് ലൂസായ.